ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇലാസ്റ്റിക് തമ്മിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ ചെയ്ത് വരാറുള്ളത് ഒന്നിനു മീതെ മറ്റൊന്ന് വെച്ചിട്ട് മെഷീനിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അടിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. നമുക്കറിയാം റെഡിമെയ്ഡ്സിലൊന്നും അങ്ങനെയല്ല വരാറ്. ഒന്നിനു മീതെ മറ്റൊന്ന് വെച്ച് നമ്മൾ തയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു തടിപ്പ് പോലെ വരും. അതുപോലെ തന്നെ നൂല് ഒത്തിരി പ്രാവശ്യം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സിക്സാഗ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. മെഷീനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സിക്സാഗ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലൊരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ 4 വശവും ജസ്റ്റ് മടക്കി ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എലാസ്റ്റിക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ക്ലോത്തിനെ ഫോൾഡ് ചെയ്തെടുക്കണം. അതായത് എലാസ്റ്റിക് കവർ ചെയ്ത് വരുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ 4 വശവും തയ്ച്ച ശേഷം ക്രോസ് ആയിട്ടും കൂടെ തയ്ച്ചു കൊടുത്താൽ മതി. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മറ്റേ ആ സിക്സാഗ് പോലെ മെഷീനിലിങ്ങനെ അടിച്ചെടുക്കുകയാണ് പൊതുവേ ചെയ്യാറ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തിരിഞ്ഞു പോകരുത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ അറിയാതെ ട്വിസ്റ്റ് ചെയ്ത് എലാസ്റ്റിക് തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് അടിച്ചു പോകാറുണ്ടല്ലോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാൻറ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസിൽ പെൻസിൽ പാൻറ്റിൻ്റെ അല്ലെങ്കിൽ നാരോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിൻ്റെ കാൽക്കുലേഷൻസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, അതിലേക്ക് എലാസ്റ്റിക്കിനെ കടത്തി വിട്ടിട്ട് സൈഡ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എലാസ്റ്റിക് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ പാൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതേസമയത്ത് നമുക്ക് പാൻറ്റിൽ ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് തയ്ച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എലാസ്റ്റിക് കടത്തി വിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എലാസ്റ്റിക്കിനെ കടത്തി വിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്ത് ആ ഹോള് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കേസിലാണെങ്കിൽ കൂടെ നമ്മൾ എലാസ്റ്റിക് ട്വിസ്റ്റായി പോവാതെ സൂക്ഷിക്കണം കേട്ടോ. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. വേസ്റ്റ് റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിന് ശേഷം എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒരു അര ഇഞ്ച് സ്പേസ് ഗ്യാപ്പ് ഇട്ടിട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് ഓരോ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരും. അതുവരേക്കും ടാറ്റാ.